അതിനെയും പിന്തുണച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ഈ കൊച്ചു കേരളക്കരയിൽ ആളുകൾ ഉണ്ടാകും. കാരണം നേതൃത്വം എന്തു പറയുന്നു എന്ന് നോക്കിയിരിക്കുവാണ് അവരുടെ അഭിപ്രായങ്ങളൊന്ന് പറയാൻ. അവരുടെ അഭിപ്രായങ്ങളൊന്ന് തുറന്നു പറയണമെങ്കിൽ നേതാവ് എന്താണ് ഈ വിഷയത്തിൽ അഭിപ്രായം പറയുന്നത് എന്നിവർക്കറിയണം. ഇനിയും ഇതൊക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ എന്നറിയാൻ മതപോലീസിനെ കേരളം നിയമിക്കുമോ എന്നുകൂടി അറിയണം. ഇറാനിലെ പോലെ, അഫ്ഗാനിലെ പോലെ, സിറിയയിലെ പോലെ നിയമങ്ങൾ നമ്മൾ പ്രാബല്യത്തിൽ കൊണ്ടുവന്നാൽ മാത്രം പോരല്ലോ, പാസ്സാക്കിയാൽ മാത്രം പോരല്ലോ, ഇതിവര് പൂർണ്ണമായിട്ടും ഇംപ്ലിമെന്റ് ചെയ്യുന്നു എന്നുകൂടി അറിയണ്ടേ. നമ്മുടെ മതത്തിനൊരു പോറല് പോലും ഏൽക്കാതെ നമ്മുടെ മതം ഈ രൂപത്തിൽ തന്നെ സംരക്ഷിച്ച് നിർത്തണമെങ്കിൽ കുറച്ചാളുകൾ വിചാരിക്കും നമുക്ക് മിണ്ടാതിരിക്കാമെന്ന്. അതായത് സൂംബ കൃത്യമായിട്ടുള്ള ഒരു ആരോഗ്യ പരിപാലനമാണ് നടത്തുന്നത് കുട്ടികൾക്കിടയിൽ. മതമൗലികവാദികളുടെ ഇത്തരം ജൽപ്പനങ്ങളിൽ വീണ് ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികൾക്ക് കൂടി ഇത്തരം ഒരു ആരോഗ്യം നഷ്ടപ്പെടുന്ന ഒരു പ്രതീതിയാണോ ഇനി കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് ഓർക്കണം. അതായത് താല്പര്യമില്ലാത്തവർ അതിനകത്ത് ഇടപെടണ്ട, മാറി നിൽക്കട്ടെ. ഇതിന്റെ പേരിൽ ഇതര മതവിഭാഗങ്ങളിലെ കുട്ടികൾക്ക് ഈ സൂംബ ഡാൻസ് കളിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് കേരളം പോകുമോ എന്നതാണ് നമ്മുടെ ആകുലത. മുസ്ലിം കുട്ടികൾക്ക് വേണ്ട, അവര് പോയൊരിടത്ത് മാറിയിരുന്നോട്ടെ. മുസ്ലിം കുട്ടികൾ എന്ത് ചെയ്യണം എന്ന്, മുസ്ലിം കുട്ടികൾ എന്ത് ചെയ്യരുത് എന്ന് ഇവിടത്തെ മതമേലധ്യക്ഷന്മാര് തീരുമാനിച്ചോട്ടെ, കുഴപ്പമില്ല. പക്ഷേ ഇതര മതവിഭാഗത്തിലുള്ള കുട്ടികളും മതമില്ലാത്ത കുട്ടികളും എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന് നിങ്ങൾ തീരുമാനിക്കുമെന്ന വാശി മതമേലാളന്മാർ ഇവിടെ സ്വീകരിക്കരുത്. ഇവിടത്തെ ഇടതനും വലതനും ഈ നാടിനെ സ്നേഹിച്ച് മതേതരത്വത്തെ പ്രണയിച്ച് ജനാധിപത്യത്തെ താലോലിച്ച് കുളിപ്പിച്ച് കുട്ടിയെ ഇല്ലാതാക്കുന്നത് പോലെ നമ്മുടെ നാടിനെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വോട്ടുമതി. മതമൗലികവാദികൾക്കാണെങ്കിലോ അവർക്കറിയാം നിങ്ങൾ അവര് ചൂണ്ടുന്നിടത്ത് നിൽക്കുമെന്ന്. നഷ്ടം സംഭവിക്കുന്നത് ആർക്കായിരിക്കുമെന്നൊന്ന് ഓർക്കണം. നമ്മുടെ നാട് മറ്റുള്ളവരുടെ മുമ്പില്, മറ്റുള്ള രാജ്യങ്ങൾക്ക് മുമ്പില് ഇളിഭ്യരായി നിൽക്കേണ്ടി വരും. ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികൾ ലോകത്തെ മുഴുവനും ആശ്ലേഷിക്കുമ്പോൾ മുസ്ലിം കുട്ടികളുടെ ഭാവി മതമേലധ്യക്ഷന്മാര് തീരുമാനിച്ചോട്ടെ. ഇവിടെ മുമ്പ് കൽക്കട്ടയിൽ മെഡിക്കൽ കോളേജ് വന്ന സമയത്ത് ശവം കുത്തിക്കീറി പഠിക്കുന്ന പരിപാടികൾക്ക് മുസ്ലിം പെൺകുട്ടികൾ, മുസ്ലിം ആൺകുട്ടികൾ, മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ കുട്ടികൾ പോകണ്ട എന്ന് പറഞ്ഞു. ഇതര മതവിഭാഗത്തിലെ പെൺകുട്ടികൾ വിദ്യാഭ്യാസം നേടിയപ്പോൾ മുസ്ലിം സ്ത്രീകൾ ഹോജ സ്ത്രീകളാണ്, അവർ വീടിന്റെ പുറത്തിറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞു. മറ്റുള്ളവരൊക്കെ അവനവന്റെ പേരുകൾ എഴുതി ഒപ്പിട്ട് ശീലിച്ചപ്പോൾ സാക്ഷരത വന്ന സമയത്ത് പോലും ഭർത്താവിന്റെ പേര് പറയാനോ എഴുതാനോ പാടില്ല എന്ന് പറഞ്ഞവരെ മതപൗരോഹിത്യം പഠിപ്പിച്ചു. എൻ്റെ വാപ്പച്ചി അക്കാലഘട്ടത്തിലെ MA കാരനാണ്. എൻ്റെ ഉമ്മച്ചിക്ക് അക്ഷരാഭ്യാസമില്ല. ഇന്നും വാപ്പച്ചിയുടെ പേര് വെച്ചാൽ ഇങ്ങനെ പൊട്ടി നിൽക്കും, പറയാൻ പാടില്ല എന്ന്. അങ്ങനെ തീരെ വിദ്യാഭ്യാസം കൊടുക്കാതെ, പൊതുബോധം കൊടുക്കാതെ അവരെ പേറാനും മാത്രമുള്ള ഒരു പേറിയന്ത്രമാക്കി മാറ്റുകയാണ് മുസ്ലിം സമുദായത്തിന്റെ മേലധ്യക്ഷന്മാര് ചെയ്തിട്ടുള്ളത്. മതഭ്രാന്തന്മാർ താലിബാനും ഇറാനും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് കേരളത്തിൽ. 1979 ആയത്തുള്ള അലി ഖൊമേനി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് നിങ്ങൾ ഗൂഗിൾ പ്ലാറ്റ്ഫോമിൽ ഒന്ന് അടിച്ചു നോക്കിക്കേ ഇറാന്റെ അവസ്ഥ എന്തായിരുന്നെന്ന്. ജനങ്ങൾ എത്രമാത്രം സൗഭാഗ്യത്തോടു കൂടി ജീവിച്ചിരുന്നവരായിരുന്നെന്ന്.
എത്ര സ്വാതന്ത്ര്യത്തോടുകൂടി സന്തോഷത്തോടുകൂടി ജീവിച്ചിരുന്നവരായിരുന്നു. ഇന്നത്തെ യൂറോപ്യൻ രാജ്യങ്ങളെക്കാൾ വികസിച്ച ഒരു രാജ്യമായിരുന്നു അന്ന് ഇറാൻ. ഇന്നത്തെ സൗദി അറേബ്യയും ദുബൈയും ഒമാനുമൊക്കെ വികസിക്കേണ്ടുന്ന സാഹചര്യങ്ങൾ എത്രയോ അതിക്രമിച്ചിട്ടുണ്ട്. MBS ആയതുകൊണ്ട് സൗദിക്ക് ഒരു പുരോഗമനമുണ്ട് എന്ന് നമുക്ക് വിചാരിക്കാം. ദുബൈയിലെ സുന്ദരിയെ കണ്ട് സൗദി ഇന്ന് കുറച്ചുകൂടി സൗന്ദര്യം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുവല്ലേ. അങ്ങനെ ഇസ്ലാമിക രാജ്യങ്ങളൊക്കെ യൂറോപ്യന്മാരെ നോക്കി നോക്കി പരിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നു. അതിലേറ്റവും വേഗത്തിൽ സൗദിയും ഒമാനും തന്നെയാണ് കേട്ടോ. പുരോഗമനത്തിലേക്കാണ് അവർ പോകുന്നത്. അവർക്കൊരിക്കലും ഈ 6-ാം നൂറ്റാണ്ടിന്റെ മത കാഴ്ചപ്പാടുകളെ അംഗീകരിക്കാൻ സാധിക്കുന്നവരല്ല. ഖത്തറില് വേൾഡ് കപ്പ് കണ്ടില്ലേ നമ്മള്? അടുത്തത് സൗദിയിലാണ് നടക്കാൻ പോകുന്നത്. അവര് മാറി. ഇവിടെ എന്താ പന്നിയുടെ പണ്ടമാണെന്നല്ലേ ഫുട്ബോള്? നമ്മുടെ കാശ്മീർ പറഞ്ഞതാ. എന്ത് ചെയ്യാനാ? ഇവരിപ്പോഴും ഫുട്ബോൾ കളിക്കരുത്, ഫുട്ബോൾ കളിക്കുമ്പോൾ തൊട പുറത്ത് കാണുന്നു. മെസ്സിയുടെയും റൊണാൾഡോയുടെയും ഒക്കെ തൊട പുറത്ത് കാണുമ്പോൾ ഉസ്താദുമാരുടെയൊക്കെ തൊട കാണുന്ന ഭാര്യമാരെടുത്ത് കിണറ്റിലിടാൻ പോവുക. അതിന് തൊട റൊണാൾഡോയുടെ അങ്ങനെയൊക്കെയാണ് ഭാര്യമാര് പറയുന്നതെന്ന് പറഞ്ഞിട്ട് റഫീഖ് സലഫി ഒരു ദിവസം വന്നിരുന്ന് കരയുന്നുണ്ടായിരുന്നു. അവർ കന്തൂറയിട്ട് കളിക്കട്ടെ, മെസ്സിയൊക്കെ പറതിയിട്ട് കളിക്കുന്ന രംഗം നിങ്ങളൊന്ന് ഓർത്തു നോക്കിയ. അയ്യോ, എന്തായിരുന്നാലും ആർട്സ്, സ്പോർട്സ്, മ്യൂസിക്, ഇതെല്ലാം സിനിമയാണെങ്കിലും മദ്യമാണെങ്കിലും ഇതൊക്കെ ഹറാമാണ് എന്ന് പറഞ്ഞു നടന്നിരുന്ന മതഭ്രാന്തന്മാർ ഇന്ന് കള്ളുകുടിയിൽ മുന്നിലെത്തി നിൽക്കുന്നു. ഇവരുടെ ഈ അടിച്ചമർത്തലുകൾ കാരണം പുരുഷന്മാരും സ്ത്രീകളും കള്ളുകുടിച്ച് പെണ്ണുപിടിച്ച് ഡാൻസ് കളിച്ച് ആർമാദിച്ചു കൊണ്ടിരിക്കുക. മുസ്ലിം രാജ്യങ്ങളിൽ പോലും മദ്യവിൽപ്പന കെങ്കേമമായി പുരോഗമിക്കുന്നു. അവിടെയൊക്കെയുള്ള സ്ത്രീകൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടുന്നു. അവരുടെ അഭിരുചിക്കിണങ്ങിയ തൊഴിലുകൾ അവർ തിരഞ്ഞെടുക്കുന്നു, വസ്ത്രം ധരിക്കുന്നു, ആടാൻ പറ്റുന്നു, പാടാൻ പറ്റുന്നു, അഭിനയിക്കാൻ പറ്റുന്നു, ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ഇടാൻ പറ്റുന്നു, അവർക്ക് ഒറ്റയ്ക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നു, യാത്ര ചെയ്യുന്നു. പ്രായത്തിന്റെ പിരിവെട്ടും കൊണ്ട് പടവെട്ടുന്നതിനു വേണ്ടി മത മേലധ്യക്ഷന്മാരായിട്ടുള്ള എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ആളുകൾ ഇറങ്ങിത്തിരിക്കുവാണ് മതത്തെ മറയാക്കി മുസ്ലിം സമുദായത്തെ അടിച്ചമർത്താൻ. ഒരു കാലത്തും പുരോഗമിക്കാത്ത ഒരു സമുദായമാക്കി മുസ്ലിങ്ങളെ മാറ്റാൻ ഇത്തരം ഭരണാധികാരികളൊന്നും അധികം മുന്നോട്ട് പോയ ചരിത്രങ്ങൾ ഉണ്ടായിട്ടില്ല. ക്രമേണ അവർക്ക് മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ, കേരളത്തിൽ നിന്ന് തന്നെ ചില വ്ളോഗർമാര് മദ്യഷാപ്പിൽ പോയി കള്ള് ഷാപ്പിൽ പോയിട്ട് കള്ള് കുടിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നില്ലേ? അതുപോലെ തന്നെ ഉസ്താദന്മാരും പോയിരുന്ന് കള്ള് കുടിക്കുന്ന വീഡിയോകളുണ്ട്. ഞാൻ പലവട്ടം നമ്മളിത് ലൈവിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. എന്നാലും നോക്കട്ടെ കേട്ടോ. കണ്ടില്ല, ഞാൻ മുമ്പ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. പലപ്പോഴും നമ്മൾ ആ വീഡിയോ എടുത്തിട്ടുണ്ട്. രസകരമായിട്ട് പാട്ടൊക്കെ പാടി ആളുകൾ ഇരുന്ന് കള്ളു കുടിക്കുന്ന വീഡിയോ. മുസ്ലിം സ്ത്രീകൾ അവർ പോയി കള്ള് ഷാപ്പിൽ പോയിരുന്നിട്ട് അവർ കള്ളൊക്കെ കുടിച്ച് ആർമാദിച്ച് അവരുടെ ലൈഫൊക്കെ ആസ്വദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില ഉസ്താദുമാരും ഇതുപോലൊരു സാധനം ഇവിടെ ഇനിയില്ലേ ഭൂലോകത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് പാട്ടൊക്കെ പാടി കേട്ടില്ലേ? പക്ഷേ ചിലർക്കത് സഹിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഇസ്ലാമിക ദേശീയ ഗാനം വരെ ഉണ്ടാക്കിയിട്ട് എങ്ങനെയെങ്കിലും ഇസ്ലാമിലെ ഭരണം ഒന്ന് പിടിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾക്ക് ഇതൊക്കെ എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? അവരിതൊക്കെ എങ്ങനെ സഹിക്കുമെന്നാണ്. വലിയ ബുദ്ധിമുട്ടാണെന്നേ. അത് തന്നെ ആദ്യം കിടക്കുന്നത്. മുസ്ലിം സ്ത്രീകൾ ചെന്ന് തട്ടമിട്ട് നന്നായിട്ട് ഔറത്ത് പറിച്ചിട്ടില്ലേ നോക്കിയേ. അതെ, മക്കനെ കേട്ടിട്ടുണ്ട്. ഓക്കെ, ആഹാ സൂപ്പർ. ഇനി അച്ചാറും കൂടെ തൊട്ട് നക്കിക്കോ. അടിപൊളി.
ഇവനിനെയും ഏത് കയറുകൊണ്ടാണ് മുസ്ലിം സ്ത്രീകളെ വരിഞ്ഞ് കെട്ടാൻ നടക്കുന്നത്? ഇവരുടെ ഒരു കെട്ടുകളിലും ഇനിയും സ്ത്രീകൾ നിൽക്കില്ല. ദാ കാക്കമാര് ചെയ്യണ നോക്കോ. ഇതുപോലൊരു സാധനമുണ്ടോ ഇനി നീ ഭൂലോകത്ത്? ഉണ്ടാകാനൊരു തരമില്ല, കള്ളിനും മുകളൊന്നില്ല. കാര്യം കാണാൻ കള്ളു വേണം, കള്ളു കുടിച്ചാൽ പേരുദോഷം. കാര്യം കാണാൻ കള്ളു വേണം, കള്ളു കുടിച്ചാൽ പേരുദോഷം. ആണുങ്ങൾ കള്ളു കുടിക്കും, വഴി നീളെയാടി നടക്കും. ആണുങ്ങൾ കള്ളു കുടിക്കും, വഴി നീളെയാടി നടക്കും. അഭിമാനം നോക്കിയിടാതെ, അഭിമാനം നോക്കിയിടാതെ, ആപത്തിനു കൂടെ കാണും. കാര്യം കാണാൻ കള്ളു വേണം, കള്ളു കുടിച്ചാൽ പേരുദോഷം. കാര്യം കാണാൻ കള്ളു വേണം, കള്ളു കുടിച്ചാൽ പേരുദോഷം. മതമില്ല, ജാതിയുമില്ല, സമ്പത്തിൽ തൂക്കവുമില്ല. മതമില്ല, ജാതിയുമില്ല, സമ്പത്തിൻ തൂക്കവുമില്ല. അച്ചാരം കെട്ടാറില്ല, അച്ചാരം കെട്ടാറില്ല. ഇതിനപ്പുറമൊരുമയുമില്ല. കാര്യം കാണാൻ കള്ളു വേണം, കള്ളു കുടിച്ചാൽ പേരുദോഷം. കാര്യം കാണാൻ കള്ളു വേണം, കള്ളു കുടിച്ചാൽ പേരുദോഷം. ഇതുപോലൊരു സാധനമുണ്ടോ? ഇത്തരം വിഷയങ്ങൾ സമൂഹത്തിൽ ജ്വലിച്ചു വരുമ്പോൾ ഇതിനെതിരെ ഇവരാരെങ്കിലും സംസാരിക്കാറുണ്ടോ? ദിനേന വർദ്ധിച്ചു വരുന്ന മദ്രസ പീഡനങ്ങൾ, ഇവരാരെങ്കിലും അതിനൊക്കെ എതിരെ എപ്പോഴെങ്കിലും സംസാരിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മദ്രസയിലെ കുഞ്ഞുങ്ങളെ ഉസ്താദുമാര് ചെയ്യുന്നത് തെറ്റാണ് എന്ന രൂപത്തിൽ ഇല്ല. ഇവരിനിയും തീരുമാനിക്കുന്നത് അല്ലാഹു അല്ലാതെ ഒരു പടച്ചോനില്ല. ഇത് മാത്രമാണ് ആത്യന്തികമായ ലക്ഷ്യം. ബാക്കി എന്ത് നിങ്ങൾക്ക് ചെയ്യാം. കള്ളുടിക്കാം, ഉമ്മയെ വ്യഭിചരിക്കാം, പെങ്ങളെ വ്യഭിചരിക്കാം, പടച്ചോനോട് പടച്ചോനെ പൊറുക്കണേ എന്ന് പറഞ്ഞാൽ മതി, കുഴപ്പമൊന്നുമില്ല. ഈ കോൺസെപ്റ്റിൽ ഇവരൊരു രാഷ്ട്രം നിർമ്മിക്കുമായിരിക്കും. മുസ്ലിം രാഷ്ട്രങ്ങളെല്ലാം വലിച്ചെറിഞ്ഞ ഈ ഇസ്ലാമിക നിയമങ്ങൾ ഇവർക്ക് വേണ്ടി വരും. ഇസ്ലാമിക രാഷ്ട്രമാണോ എന്ന് ചോദിച്ചാൽ അതാണ്. ഇസ്ലാമിക തീവ്രവാദ രാഷ്ട്രമാണോ എന്ന് ചോദിച്ചാൽ അതുമാണ്. മറ്റുള്ളവരെ അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്നും ഇല്ലെന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഇവരെ ആരെങ്കിലും എതിർക്കാൻ ശ്രമിച്ചാൽ അവരെ ഇല്ലാതാക്കുന്ന രൂപത്തിൽ, തിരുവായ്ക്ക് എതിർവായില്ലാത്ത വിധം ഒരു രാഷ്ട്രം ഇവർ നിർമ്മിക്കും. എണ്ണ സമ്പത്ത് കൊണ്ടാണോ ഈ രാഷ്ട്രങ്ങളൊക്കെ വളർന്നത്? എണ്ണയുണ്ടെങ്കിൽ രാജ്യം വികസിക്കുമോ? കാലിൻ്റെ അടിയിൽ എണ്ണയുണ്ടെന്ന് കണ്ടുപിടിക്കാൻ അദൃശ്യജ്ഞാനിയായിട്ടുള്ള പടച്ചോനോ നബിക്കോ പറ്റിയിട്ടില്ല. ഒരു രാജ്യം വികസിക്കണമെങ്കിൽ, ഒരു നാട് പുരോഗതി പ്രാപിക്കണമെങ്കിൽ, ആ നാട്ടുകാർക്ക് സന്തോഷവും അഭിവൃദ്ധിയും ഉണ്ടാകണമെങ്കിൽ ആ ഭരണാധികാരി തലച്ചോറുള്ളവനായിരിക്കണം. അയാൾക്ക് ആ രാജ്യത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ടായിരിക്കണം. 5 വർഷത്തേക്കല്ല 50 വർഷത്തേക്കെങ്കിലുമുള്ള വിശാലമായിട്ടുള്ള ഒരു ക്ലെവറായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ടാകണം. ഗൾഫ് രാജ്യങ്ങളിൽ അതുണ്ട്. UAE-ക്കുണ്ട്, മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം, അയാൾക്കതുണ്ട്. അതുകൊണ്ടാണ് ആ മനുഷ്യന്റെ അതിര് കടന്ന ചിന്തകൾ. MBS-ന് അതുണ്ട്. അതുകൊണ്ടാണ് യൂറോപ്യൻ രാജ്യങ്ങളിലെ പോലെ തൻ്റെ രാജ്യവും പുരോഗതി പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. ദുബൈ എന്ന സുന്ദരി പടുത്തുയർത്തിയ ഒരു വലിയ സാമ്രാജ്യം. ദുബൈ രാജകുമാരി മുത്തലാഖ് വരെ കൊണ്ടുവന്നില്ലേ? സ്ത്രീകൾക്ക് ഭർത്താവിനെ വേണ്ട എന്ന് തോന്നിയാൽ ഉപേക്ഷിക്കാൻ ഒരു നിയമം. ഈ ഭ്രാന്തമായിട്ടുള്ള 6-ാം നൂറ്റാണ്ടിന്റെ അപരിഷ്കൃത ഗോത്ര നിയമങ്ങളൊക്കെ തലച്ചോറിൽ നിന്നും ക്ലീൻ ചെയ്യണം. അതിനെയൊക്കെ റീബിൽഡ് ചെയ്യാൻ ഒരു ഭരണാധികാരിക്ക് സാധിക്കണം. അറബ് രാജ്യങ്ങൾക്കൊന്നും വേണ്ടാത്ത, ഇസ്ലാമിക ഭരണാധികാരികൾക്കൊന്നും വേണ്ടാത്ത ഈ 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്ര നിയമം കേരളം ഏതാണ്ട് നെറുകയിൽ ചൂടിക്കൊണ്ട് നടക്കുക. ഇപ്പോഴും
ഇറാനില് ജനങ്ങൾ ഇന്ന് വലിച്ചെറിയുന്ന മതനിയമം. യൂണിവേഴ്സിറ്റികളില്, ഹോസ്പിറ്റലുകളില് അവിടെയൊക്കെ ഇരുന്ന് ജനങ്ങൾ മദ്യപിക്കുന്നു, അവർ ഡാൻസ് കളിക്കുന്നു, അവർ ഇഷ്ടമുള്ള വേഷം ധരിക്കുന്നു, ബീച്ചുകളിൽ പോകുന്നു, ഫുട്ബോൾ സ്റ്റേഡിയം. ഇതെല്ലാം ഒരു രാജ്യത്തുണ്ടാകണമെങ്കിൽ തീവ്രമായിട്ടുള്ള ഈ ഭ്രാന്തൻ ചിന്താഗതികൾ, ഈ മത ചിന്താഗതി 6-ാം നൂറ്റാണ്ടിന്റെ അപരിഷ്കൃത ഗോത്ര നേതാവ് കൊണ്ടുവന്ന ആ ഇടുങ്ങിയ ചിന്താഗതിയെ വലിച്ച് പുറത്തേക്ക് എറിഞ്ഞിട്ട് മനുഷ്യൻ ചിന്തിക്കുകയും കാലഘട്ടത്തിനനുസൃതമായി മനുഷ്യൻ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയനാകുകയും ചെയ്യണം. എന്നാലല്ലാതെ നാട് നന്നാവില്ല, നാട് നന്നാകില്ല, നാടൊരിക്കലും പുരോഗതി പ്രാപിക്കുകയുമില്ല. കേരളം പോലെ ഒരു മലയാളിക്കരയ്ക്ക് ഇത്രയും കാടൻ ചിന്താഗതികൾ വന്നത് എന്നു മുതലാണ് എന്നൊന്ന് ചിന്തിച്ചാൽ മതി. എപ്പോൾ